ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽവെറ്റ് ഡ്രീംസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഇടണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള എല്ലാ സ്റ്റിക്കേഴ്സും കാണിച്ചു തരാം. എല്ലാം എന്ന് പറയാൻ കുറേ ഒന്നുമില്ല, കുറച്ച് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരാളെയും കൂടി പരിചയപ്പെട്ടാലോ? എങ്ങനെ പറയുന്നു ഗൈസ്? ഇതാണ് എൻ്റെ അനിയത്തി സിയ. എത്ര വയസ്സുണ്ട്? 5 വയസ്സുണ്ട്. അപ്പു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിലും എൻ്റെ അടുത്ത് പറയും 5 വയസ്സ്. എല്ലാ വീഡിയോസിലും എൻ്റെ അടുത്ത് പറയും, ചേച്ചി എന്നെയും കൂടി ഒന്ന് യൂട്യൂബ് ചാനലിൽ കയറ്റും, എന്നെയും കൂടി ഒന്ന് വീഡിയോസ് എടുക്കുമോ. പക്ഷെ ഞാൻ കയറ്റില്ല, കാരണം ഇവിടെ ഭയങ്കര ബഹളമാണ്. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല, ഞാൻ അങ്ങനത്തെ ടോപ്പിക് അല്ലായിരുന്നല്ലോ ഇട്ട. അതുകൊണ്ട് അങ്ങനത്തെ ടോപ്പിക് അല്ലായിരുന്നല്ലോ ഇട്ട. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വീഡിയോസിൽ സിയനെ കയറ്റേണ്ട ഏതെങ്കിലും ഒരു വീഡിയോയിൽ കയറ്റാം. അപ്പം ഇതാണ് ഞാൻ പരിചയപ്പെടുത്തിയ എൻ്റെ അനിയത്തി. ഇനി ഏത് വീഡിയോസിൽ കണ്ടാലും ഇതാരാന്ന് ചോദിക്കേണ്ട. സിയ എൻ്റെ അനിയത്തി. സിയനെ നമുക്ക് പറഞ്ഞു വിടാം. ബൈ. അപ്പം നമുക്ക് ഞാൻ എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ കാണിച്ചു തരാം. അപ്പം ഞാൻ കാണിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ വലുതിന്ന് ചെറുതിലോട്ട് തുടങ്ങാം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പം നമുക്ക് ആദ്യം വലുതിന്ന് തുടങ്ങിയാണെങ്കിൽ ഇത് ഒരു ജേർണലിംഗ് കിറ്റാണ്. ഈ ജേർണലിംഗ് കിറ്റ് ആകെ കുളമായി കിടക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് അതിനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ പർപ്പിൾ ജേർണലിംഗ് കിറ്റിൻ്റെ അകത്തുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് എടുത്തൊന്നും കാണിക്കുന്നില്ല, കാരണം ആകെ കുളമായി കിടക്കുകയാണ്. അപ്പം ജേർണലിംഗ് കിറ്റ് ഇനി ഇത് എല്ലാവരുടെയും കാണുമായിരിക്കും. മിനി ഡ്രസ്സറിൻ്റെ സ്റ്റിക്കേഴ്സ്. ഇത് എവിടത്തേക്കാണ് പോകണം, ഞാനത് ഇങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ടായിരിക്കും. മിനി ഡ്രസ്സറിൻ്റെ സ്റ്റിക്കേഴ്സ് ഇത് നല്ല സാധനമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സ്റ്റിക്കർ ജേർണലിംഗ് എന്ന് മാത്രമല്ല, ജേർണലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റിക്കർ എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ബോറടി മാറ്റാനും കൂടി ഉള്ളതാണ്. കാരണം നമുക്കിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം അങ്ങനത്തെ സ്റ്റിക്കേഴ്സാണിത്. അപ്പം അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ കുറേ ഉണ്ടായിരുന്നു, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് തീർന്നു. പിന്നെ എൻ്റെ അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ തീർന്നു. ഒരു ബ്ലോക്കിൽ തന്നെ കുറേ സ്റ്റിക്കേഴ്സ് വരുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ അത് തീർന്നു പോയി. അപ്പം പിന്നെ അതെ, ഇത് നമ്മൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാതെ തന്നെ വേറെ കുറേ ടോപ്പിക്കും വരുന്നുണ്ട്. ഡ്രസ്സ് ഓൾറെഡി ഇട്ട കുട്ടികൾ, പിന്നെ ഡ്രസ്സ് ഇടാത്തത്, പിന്നെ കുറേ ടൈപ്പ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇത് നല്ല സാധനം. അപ്പം എല്ലാവരുടെയിലും ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഇതൊക്കെ ഇപ്പോൾ കോമൺ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്ത സ്റ്റിക്കേഴ്സ് കാണിച്ചു തരാം. ഇത് നിങ്ങളെ പെട്ടിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും, ഈ ബോക്സൊക്കെ കാണുമ്പോൾ വിചാരിക്കും സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബോക്സൊക്കെ എന്തിനാണ് കൊണ്ടുവരണേ. ഇതെന്ന് പറയണേ, നമുക്കിപ്പോൾ ഞാൻ ബാക്കി ഇത് മാറ്റി വെച്ചിട്ടുള്ളത് ബോക്സായിട്ട് ബുക്കായിട്ട് കിട്ടുന്നതൊക്കെയാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ സിംഗിൾ ഷീറ്റായിട്ട് കിട്ടുമല്ലോ, ഇങ്ങനെ നീളമുള്ള, അതൊക്കെയാണ് ഞാൻ ഇതിൽ മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ എല്ലാം കാണിച്ചു തരാം. ആദ്യമേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രിയമായ സ്റ്റിക്കേഴ്സിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ നീളം കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും സാധനം എന്തുവാണെന്ന്. ഇപ്പോൾ ട്രെൻഡിങ്ങായി നിൽക്കുന്ന സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ കുറേ ഷീറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തീർന്നു. അപ്പം ഇതാണ് ഞാൻ വച്ചേക്കുന്നത്. കാരണം ആ പേപ്പർ ഒരു കിട്ടിയ ആ പേപ്പറിൽ വയ്ക്കണമെങ്കിൽ ആ പേപ്പറിൽ വെച്ചാൽ ഇങ്ങനെ ഇരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ജേർണലിംഗ് കിറ്റിൻ്റെ കൂടെ കിട്ടിയ വാഷി ടേപ്പിൻ്റെ റോൾ, ആ വാഷി ടേപ്പ് തീർന്നപ്പോഴത്തേക്കും ഞാനിത് ചുട്ടി ആ വാഷി ടേപ്പിൻ്റെ ഇത് ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ അത് നല്ലപോലെ ഇരുന്നുള്ളൂ. അപ്പോൾ ഈ ബോക്സിനകത്ത് തന്നെ കുറേ ഷീറ്റായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ
കാണിച്ചു തരാം. അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെയോ നല്ല, പിന്നെ തീരാറാകുമ്പോൾ ഞാൻ എടുത്തു വയ്ക്കുന്നതാണ് ഇത്. ഒരു യൂണിക്കോൺ, ഒരു ബട്ടർഫ്ലൈ, പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് ഷീറ്റുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് 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 പിന്നതെ ഇങ്ങനെ തന്നെ ഇത് പിന്നെ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ. പിന്നെ ഇത് ഞാൻ പിന്നെ എടുക്കാം. ഇത് കുറേ കൊറിയൻ ഭാഷയിൽ എഴുതിയൊക്കെ എന്തൊക്കെയോ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ജേർണലിങ്ങിന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുണ്ട്. പിന്നെ ഈ ബോക്സിൽ തീർന്നെന്ന് വിചാരിക്കേണ്ട, ഈ ബോക്സിൽ ഇനിയും കുറേ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അടുക്കിയിട്ടെ. ഇതിൽ നിന്ന് അടുത്തതായിട്ട് വരുന്നത് ഇത് ഒരു സിംഗിൾ ഷീറ്റാണ്. അപ്പോൾ ബാക്കി ഇതൊരു ക്യാപിബ്രേൻ്റെ ഒരു സ്റ്റിക്കർ ഷീറ്റാണ്. കുഞ്ഞ് സ്റ്റിക്കർ ഷീറ്റ്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റിക്കേഴ്സാണ്, മീൻസ് ഇന്ത്യൻ ടൈപ്പ് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇന്ത്യൻ ടൈപ്പ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെയാണല്ലോ, പക്ഷേ ഇതും നല്ലതാണ്. ഇപ്പം പിന്നെ ഇന്ത്യയിലും ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ തൊട്ടടുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ സ്റ്റിക്കേഴ്സ്. പിന്നെ ഇത് ഞാൻ ക്യാപിറ്റൽ ബുക്സ് എന്ന് പറഞ്ഞ കടയിൽ വാങ്ങിച്ച ഒരു ABCD സ്റ്റിക്കേഴ്സാണ്. ABCD വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ABCD സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ എനിക്ക് വേറെ മതിയായിരുന്നു. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതങ്ങ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ സ്വന്തം ഡൈ കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ച 3 സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ഡൈ കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ച, സ്വന്തം എന്ന് പറയുന്ന എൻ്റെ സ്വന്തം കടയൊന്നും അങ്ങനെയൊന്നുമല്ല, മീൻസ് ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്ന ഒരു കടയാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സ്വന്തം എന്ന് പറഞ്ഞത്. ഇത് മാജിക് ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കേഴ്സാണ്, ആനിമൽ സ്റ്റിക്കേഴ്സാണ്. ഇതിൽ പിന്നെ 4 ഷീറ്റ്സ് ആയിട്ടാണ് വരുന്നത്. വെറും 49 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരണമെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. ആദ്യത്തെ ഇതാണ്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പക്ഷെ ഇതൊന്നും എനിക്ക് ഇങ്ങനെ ഞാൻ കാണിച്ച പോലെ കണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ എത്ര വർഷങ്ങളായിന്ന് വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡിലോ തേർഡിലോ പഠിച്ചപ്പോൾ എന്തോ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഇനി ഞാൻ 6th അപ്പം ഇങ്ങനെ സിംഗിൾ ഷീറ്റായിട്ട് കിട്ടുന്നതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ തോന്നൂല. കാരണം ഈ ബോക്സസിൽ കിട്ടുമ്പോൾ അത് കുറേ ഉണ്ട്, തീരൂല എന്നുള്ള മൈൻഡുണ്ട്. അതുകൊണ്ട് പിന്നെ തന്നെ ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ച ആ സ്റ്റിക്കർ ബുക്ക് ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. കാരണം തീർന്നു പോകുന്നുള്ള ഇത് എനിക്ക് സ്റ്റിക്കേഴ്സിനോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഇത് ഒക്കെയുണ്ട്. പിന്നെ 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ 4 എണ്ണം ഉണ്ട്. പിന്നെ അടുത്തത് ഡൈ കട്ട് സ്മാർട്ടിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഇമോജി സ്റ്റിക്കേഴ്സാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ 55 റുപ്പീസാണ് ഗൈസ്. കാരണം ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളിലും കുറേ ഉണ്ട്. ഇത് സെപ്പറേറ്റ് ആണ് കണ്ടോ, ഇമോജി സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഇങ്ങനെ ഒരു ക്രിക്ക് സൗണ്ട്, നല്ല രസം കാണാൻ. അപ്പോൾ ഇതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ തോന്നത്തേ ഇല്ല. അതിൽ ഒരെണ്ണം കുറയുന്ന പോലെ കണ്ടാൽ എനിക്കെന്തോ ഇതിൽ ഒരുമാതിരിയാണ്. അപ്പം അടുത്തത് ഡൈ കട്ട് സ്മാർട്ടിൽ നിന്ന് തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അടുത്തത് ഞാൻ പറഞ്ഞ പോലെ ഡൈ കട്ട് സ്മാർട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റിക്കർ. ഇതിനും 49 റുപ്പീസാണ്. ഇത് ബ്ലോസം സ്റ്റിക്കേഴ്സാണ്. ഇത് കണ്ടോ, ഒരു ഗ്ലിറ്റർ മാജിക്കാണ്, ഒരു ഗ്ലിറ്ററി എഫക്റ്റ് വരുന്നുണ്ട്.
ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഷീറ്റ് കാണാൻ നല്ല രസം. ഇതാണ് ഞാൻ പറയുന്നത് സ്റ്റിക്കേഴ്സ്. ഇതിന്ന് ഒരെണ്ണം ഞാൻ എവിടെ എടുത്ത് ഒട്ടിച്ചെന്ന് തോന്നുന്നു. അതിനെ തപ്പിയിട്ട് കിട്ടുന്നുമില്ല. കാരണം എനിക്കിതിൽ വയ്ക്കാൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ളൊരു മനസ്സ് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ കണ്ടു, ഇത് ഇടയ്ക്ക് നമ്മൾ ശരിയാണ്, ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല. അതാണ്ട് ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഇളക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പം ഈ പാക്കേജിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ അടുത്തത് എന്തായാലും ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്നല്ല. അപ്പോൾ അടുത്തതൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് സ്റ്റിക്കറിൽ 2 എണ്ണമായിരുന്നു ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് കുറേ തീർന്നു. ഫസ്റ്റ് സ്റ്റിക്കർ എന്ന് പറയുമ്പോഴത്തേനും ഇതൊന്നും എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റിക്കേഴ്സ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം പിന്നെ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ്. അതുകൊണ്ട് ഫസ്റ്റൊക്കെ ഞാൻ കുറച്ചൊക്കെ ഉപയോഗിച്ചായിരുന്നു. കാരണം അപ്പോഴും എനിക്ക് മനസ്സ് തന്നില്ല ഇത് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാനുള്ളത്. അതുകൊണ്ട് പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടിയപ്പോഴത്തേക്കിനും ഇത് അതിന് മുമ്പേ ഞാൻ വിചാരിച്ച പോലത്തെ സ്റ്റിക്കേഴ്സ് അല്ല എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതെന്ന് പറയുന്നത് ഞാൻ സ്മാർട്ട് ബസാറിൽ പോയപ്പോഴത്തേക്കിനും ബ്രഷ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ്. ഇതെൻ്റെ ബ്രഷ് വാങ്ങിയപ്പോഴല്ല, അനിയത്തിൻ്റെ ബ്രഷ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയത്. അതിൽ 2 ബാർബി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, ബാർബി തീംഡായിരുന്നു. അപ്പോൾ 2 ബാർബി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഞാനും ഒന്ന് അനിയത്തിയും എടുത്തു. അപ്പം ഇനി അടുത്തത് നമുക്ക് വേറൊരെണ്ണത്തിലേക്ക് കിടക്കാം. ഇത് ഇങ്ങനെ 6 വാഷി ടേപ്പും 8 ഷീറ്റ് സ്റ്റിക്കേഴ്സും വരുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ തുറക്കുന്നത് അടപ്പ് പോലെ തുറക്കുന്നതല്ല, നമ്മളിത് ഇങ്ങനെ തുറക്കുന്നതാണ്. ഈ വാഷി ടേപ്പ് എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വാഷി ടേപ്പിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരുടെയും കാണും. അപ്പോൾ ഗൈസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം ഇത് ഏറ്റവും തിൻ സ്ട്രിപ്പ് ആയിട്ട് വരുന്നതാണ്. ഇതൊരു ഫ്ലവറിൻ്റെതാണ്. പിന്നെ നെക്സ്റ്റ് അതിനേക്കാളും ഇത്തിരി കൂടെ വലുതാണെന്ന് കണ്ടാൽ തോന്നും. ഇത് ഒരു ബ്ലൂബെറിൻ്റെതാണ്. തിരിച്ച് പിന്നെ നെക്സ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് തീമൊന്നുമില്ല, ലൈക്ക് എല്ലാം മിക്സ്ഡാണ്. കുറേ ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് പോലെ തന്നെ വരുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് വാഷി ടേപ്പ് എങ്ങനെ ഒട്ടിക്കണമെന്ന് ഞാൻ കാണിച്ചാൽ, സാധാരണ വാഷി ടേപ്പ് പോലെ സ്റ്റിക്ക് ചെയ്യുന്നതല്ല. ഈ വാഷി ടേപ്പ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്ന മെത്തേഡ് ഞാൻ അടുത്തതിൽ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് സ്റ്റിക്കർ ഇതല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ ഒരു ഷീറ്റ് തരുന്നുണ്ട്, അതങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ എങ്ങനെ വാഷി ടേപ്പ് ഒട്ടിക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും ഇത്തിരി കൂടെ വലിയ സ്ട്രിപ്പാണ്, കണ്ടോ. ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ മുകളിൽ കണ്ട് ഇങ്ങനെ ഒട്ടിച്ചേക്കാണ്. കാരണം ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റില്ലെങ്കിൽ ഇത് ഒരുപാട് തിന്നായിരിക്കും, പിന്നെ ഇളക്കാനും പാടായിരിക്കും. പക്ഷേ നമ്മുടെ കൂടെ മറ്റേ ആ ജേർണലിംഗ് കിറ്റിൻ്റെ കൂടെ വരുന്നതൊക്കെ ഇങ്ങനത്തെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് സ്റ്റിക്കിങ് മെത്തേഡ് ഇല്ലാത്തതാണ്. കാരണം അതൊക്കെ എളുപ്പമാണ് എടുക്കാൻ. പിന്നെ 2-3 കൂടി ഉണ്ട്. ഇതാണ് അടുത്തത്. പിന്നെ അടുത്തത് അത് കഴിഞ്ഞിട്ടുള്ളത് നല്ല വലുതാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇത്രയും വലുതാണ്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ചു നോക്കണം. പിന്നെ 8 ഷീറ്റ് സ്റ്റിക്കേഴ്സും കൂടെ ഉണ്ട്. ആ വാഷി ടേപ്പിലുള്ള തീമിൽ വരുന്നതൊക്കെ തന്നെ സ്റ്റിക്കേഴ്സും. അപ്പം ഇത് നിങ്ങൾ വാങ്ങിച്ചു നോക്കണം. ഇത് എല്ലാത്തിനും കിട്ടാറുണ്ട്. വാഷി ടേപ്പ് സെറ്റ് എന്നടിച്ചാൽ ഇത് കിട്ടും. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്കിഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം വരുമ്പോൾ ഏതെങ്കിലും ഒരു കളർ വരും. അതിൽ എല്ലാ കളറും കാണാൻ നല്ല രസമാണ്. പിങ്ക്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ അങ്ങനത്തെയാണ്. പിന്നെ അടുത്തത്
ഒരു സ്റ്റിക്കർ ബുക്ക് തന്നെയാണ്. അടുത്ത സ്റ്റിക്കർ ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ പെൻസിൽ കളർ ഹോൾഡർ ഉണ്ടാക്കാൻ നേരത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇതാണ്. ഇതിൽ 4000+ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടില്ലായിരുന്നു. ഇതും നിങ്ങൾക്ക് സ്റ്റിക്കർ ബുക്ക് മനസ്സിലൊക്കെ കിട്ടുന്നതാണ്. കാരണം എൻ്റെ ഈ ചാനലിൽ ലിങ്ക് ഇടാൻ പറ്റുന്നില്ല, എന്തോ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം ലിങ്ക് ഇടാൻ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി അവിടെ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതാണ് ഈ 4000+ സ്റ്റിക്കേഴ്സുകൾ. പല പല തീമിലുണ്ട്, പല പല കളേഴ്സ് തീം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സ്നോ വൈറ്റ്, സിൻഡ്രല്ല, ഷോപ്പിംഗ് തീം, കുക്കിംഗ് തീം, സൂപ്പർ മാർക്കറ്റ് തീം, ഡോക്ടർ തീം, ഓഷ്യൻ തീം, പിന്നെ ഗെയിം തീം, ലൈക്ക് വിൻ്റർ തീം, വെജിറ്റബിൾ തീം, പിന്നെ പെറ്റിനെ കുളിപ്പിക്കാനുള്ള ആ പെറ്റ് ബാത്ത് തീം, പിന്നെ ഒരു ക്യാൻഡി തീം, അങ്ങനെ കുറേ ക്രിസ്മസ് തീം വരുന്നുണ്ട്. മൈ പെറ്റ് തീം, യൂണിവേഴ്സിറ്റി ലൈക്ക് സ്പേസിൽ പോകുന്ന ആസ്ട്രോണോട്ട്, സ്പേസിൽ പോകുന്ന ഒരു തീം വരുന്നുണ്ട്. പിന്നെ കുറേ പിന്നെ സ്പൈസി തീം വരുന്നുണ്ട്. ഒരു തീം തന്നെ 2-3 തവണ റിപ്പീറ്റ് ചെയ്യും. പല പല കളേഴ്സായിട്ടും വരുന്നുണ്ട്. പിന്നെ ബ്ലൂവിൽ പിന്നെ സ്നോ വൈറ്റ് തീം ഞാൻ നേരത്തെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തം ക്യാൻഡി അല്ല ചോക്ലേറ്റ് തീം, പിന്നെ ആ കുട്ടി തന്നെ കുളിക്കുന്ന ഗേൾ ബാത്ത് തീം, അങ്ങനെ കുറേ ക്രിസ്മസ് തീം ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ക്രിസ്മസ് ജേർണലിങ് ഞാൻ എന്തായാലും കാരണം ഈ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പം ഇത് നല്ലൊരു സാധനം, നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കണം. ഇതിന് മുമ്പത്തെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ വീഡിയോസിൽ കാണുന്നതിനൊക്കെ മുമ്പേ വാങ്ങിച്ച സാധനമാണിത്. അപ്പം അടുത്തതും സ്റ്റിക്കർ ബുക്ക് തന്നെയാണ്. അതും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഒരു അൺബോക്സിങ് വീഡിയോയിൽ. ഇതാണ് ആ സാധനം, നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കര നല്ല രസമുള്ള സ്റ്റിക്കേഴ്സാണ്. കണ്ടോ, ഇത് 180+ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ 20 ഷീറ്റ്സ് ആണുള്ളത്. 180+ സ്റ്റിക്കേഴ്സാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ ഒരു വിൻറ്റേജ് സ്റ്റിക്കർ ബുക്ക് എന്നടിച്ചാൽ ഇത് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്ര സ്റ്റിക്കേഴ്സേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇത്ര സ്റ്റിക്കേഴ്സേ ഉള്ളൂ എന്നല്ല, ഇത് എൻ്റെ കയ്യിലുള്ള ഇത്രയും വെച്ച് ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയും ഒരു വീഡിയോ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഒരു ജേർണലിങ് വീഡിയോ ആണ്. അപ്പോൾ അതും കൂടി കാണാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് യൂസ്ഫുള്ളാണ്, ഇതൊക്കെ കണ്ട് വാങ്ങാം എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. Bye.